പുല്ലുമേട്ടിലൂടെയുള്ള പരമ്പരാഗത കാനനപാത താണ്ടിയെത്തുന്ന തീർത്ഥാടകരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെഡിക്കൽ ടീം സജ്ജം. ഇതുവരെ കാനനപാത വഴിയെത്തിയ തീർത്ഥാടകരിൽ ചികിത്സ തേടിയത് 3000 പേരാണ്. സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് എല്ലാവിധ ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുകയാണ് പുല്ലുമേട്ടിലെ ചെക്ക് പോസ്റ്റിന് സമീപം സജ്ജമാക്കിയിരിക്കുന്ന വൈദ്യപരിശോധനാ കേന്ദ്രം. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിയന്തര ചികിത്സ ആവശ്യമായവരെ വണ്ടിപ്പെരിയാറിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് ആംബുലൻസിന്റെ സേവനവും സജ്ജമാണ്. ഡോക്ടറും നഴ്സിംഗ് ഓഫീസറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും നഴ്സിംഗ് അസിസ്റ്റന്റും ഡ്രൈവറും അടങ്ങുന്ന സംഘമാണ് മെഡിക്കൽ ടീമിലുള്ളത്. തീർത്ഥാടനകാലം 1 മാസം പിന്നിടുമ്പോൾ 3000 പേരാണ് ഇവിടെ ചികിത്സ തേടിയത്. പേശിവേദന, മുറിവുകൾ സംഭവിച്ചവർ, പനി, അട്ടകടിച്ചുണ്ടാകുന്ന മുറിവുകൾ, കണ്ണിന് പ്രയാസം, ശ്വാസം മുട്ടൽ തുടങ്ങിയ വിവിധ രോഗാവസ്ഥകളുമായി രോഗികൾ എത്താറുണ്ടെന്ന് കേന്ദ്രത്തിലെ ഡോക്ടർ ദീപു കൃഷ്ണൻ പറഞ്ഞു. ഏകദേശം ഈ കാനനപാത വഴി ഒരു ഡെയിലി 4000-നും 5000-നും ഇടയ്ക്ക് ആളുകൾ കടന്നു പോകുന്നുണ്ട്. അതിനകത്ത് ഒരു ആവറേജ് 150 തൊട്ട് 200-ന്റെ മേളിൽ വരെ ആളുകൾ പലപ്പോഴും വൈദ്യസഹായം തേടിയിട്ട് ഇവിടെ വരാറുണ്ട്. നമുക്ക് അത്യാവശ്യം കൂടുതലും ആളുകൾ മസിൽ പെയിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ചെറിയ ഇഞ്ചുറീസ്, മുറിവുകൾ വരാറുണ്ട് നടന്നു വരുന്ന സമയത്ത്. അതുപോലെ തന്നെ കുറച്ച് ഒരു ഫിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇവിടുന്ന് റെഫർ ചെയ്ത് ഫസ്റ്റ് എയ്ഡ് നൽകിയതിന് ശേഷം റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ടീമിൽ നമ്മൾ ഡോക്ടറും സ്റ്റാഫ് നേഴ്സും ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ഡ്രൈവർ, അങ്ങനെ എത്ര ആളുകളാണ് ഉള്ളത്. 2 ആംബുലൻസ് ഇവിടെ ഉണ്ട്. ഒരു ആംബുലൻസ് നമ്മൾ പുല്ലുമേട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം കുറച്ച് അപ്പുറത്ത് ആളുകൾ കയറി വരുന്ന സ്ഥലത്ത് നിന്ന് 0 പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആംബുലൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും പെട്ടെന്നുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇവിടെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നൽകിയതിന് ശേഷം താഴെ CHC-യിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 7 ദിവസം വീതമാണ് ഓരോ ടീമിനും ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നുമുള്ള ഡോക്ടർമാരെ കേന്ദ്രത്തിൽ സേവനത്തിന് നിയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മരുന്നുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നവർക്ക് നെബുലൈസേഷൻ, കുത്തിവയ്പ്പുകൾ, മുറിവുകൾ ഡ്രസ് ചെയ്തതിനുള്ള സൗകര്യം, ഹൃദയസ്തംഭനം ഉണ്ടാകുന്നവർക്കായുള്ള ഡീഫിബ്രിലേറ്റർ, മോണിറ്റർ തുടങ്ങിയ നൂതന ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ശരാശരി 150 മുതൽ 200 പേർ വരെ ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. ഇപ്പോൾ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഡോക്ടർ ദീപ് പറഞ്ഞു. സത്രത്തിനും പുല്ലുമേടിനുമിടയിൽ 0 പോയിന്റിലും മെഡിക്കൽ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെയും ആംബുലൻസ് സേവനം സജ്ജമാണ്. ഡോക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമാണ് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TA സാൻഡി, നഴ്സിംഗ് ഓഫീസർ MS സരിത, നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് കുമാർ, ഡ്രൈവർ ഹരിദാസ് എന്നിവരാണ് പുല്ലുമേട്ടിലെ മെഡിക്കൽ ടീമിൽ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.